ഈ റേപ്പ് നടന്നു. ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഗോവിന്ദസ്വാമി റേപ്പ് ചെയ്ത ആ ഇരയ്ക്ക് സ്വർഗം കിട്ടുമോ ഇല്ലയോ? ഒരു കാര്യം, ഈ സ്വർഗം കിട്ടുമോ നിങ്ങൾ ശരി തെറ്റ്, അതായത് നമ്മുടെ വിഷയം അതല്ല. വിഷയം സ്വർഗം കിട്ടുമോ ഇല്ല എന്നുള്ള ചോദ്യം. അതിനപ്പുറത്തേക്ക് അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് സ്വർഗം കിട്ടോ ഇല്ല എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം. നീതി നടപ്പിലാക്കും, അത്രേ ഉള്ളൂ. അതായത് ഏത് തിന്മകൾക്കും പരീക്ഷണം എന്താണെന്നുള്ള വിഷയം. ഗോവിന്ദസ്വാമി റേപ്പ് ചെയ്യുന്നു, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. അതിൻ്റെ ഉത്തരം ഇതാണ്, തീർച്ചയായിട്ടും നീതി കിട്ടുമെന്ന് പറഞ്ഞു. നീതി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദ്യം വന്നു. അതിൻ്റെ ഉത്തരം കുട്ടിക്ക് റേപ്പ് കിട്ടില്ല, നീതി കിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം അത് ഇപ്പം സമതിൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ പറയുന്നത്, ആ റേപ്പ് ചെയ്യപ്പെട്ട കുട്ടി മുസ്ലിം അല്ല. അതുകൊണ്ട് ഒരു ഇസ്ലാം വിശ്വസിക്കുന്ന സ്വർഗത്തിൽ ആ കുട്ടി പോവില്ല. അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അതുകൊണ്ട് അതിന് നീതി കിട്ടില്ല. ഇനി ഗോവിന്ദസ്വാമിക്ക് വേണം നീതി കിട്ടാം. കാരണം അയാൾക്ക് ഇനിയിപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അയാൾ ഇസ്ലാമിനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ട് ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിം ആയി കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ പോകും. ഇതാണ് ഈ ഒരു മതവിശ്വാസം കൊണ്ടുവരുമ്പം ഉണ്ടാകുന്ന ഒരു പ്രശ്നം. അതായത് പിന്നെ മറ്റൊന്ന്, ഈ ഇപ്പം പറഞ്ഞത് തന്നെ സ്വർഗത്തിൽ നീതി കിട്ടും, നരകത്തിൽ പെരുവിക്കുക. നരകഭയമാണ് മറ്റൊരു പ്രശ്നം. ഈ നരകഭയത്തിൽ ഒരു ശരി ചെയ്യുക എന്നുള്ളതല്ല നമുക്ക് ഉണ്ടാകുന്ന, നരകം ഇല്ലെങ്കിലും സ്വർഗം ഇല്ലെങ്കിലും ഒരു ശരി